ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി. നമുക്ക് എൻജിൻ സൈഡ് ഓയിൽ ലീക്കായിട്ടാണ് വന്നതാണ്. അതായത് എൻജിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് അതിൻ്റെ ലീക്കേജ് കാണിച്ചിട്ടോ. അപ്പോൾ നമ്മളത് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് സൈഡിലൊന്നും വേറെ ഓയിൽ ലീക്ക് ഉണ്ടായില്ല. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഈ ക്ലച്ച് കവറിൻ്റെ ഇവിടെ ലീക്ക് വന്നിട്ട് ക്ലച്ചിനകത്ത് ഉള്ളിൽ നിന്ന് ലീക്ക് വന്നിട്ട് പുറത്തേക്ക് ചാടണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്ത്. ശരിക്കും ഓയിലിൻ്റെ കളറിലാണ് ഇരിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ക്ലച്ച് സൈഡിലില്ല, ഓയിൽ സീലുകൾ ലീക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്ലച്ച് ഒന്ന് അതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതിൻ്റെ കംപ്ലയിൻറ്റ് ശരിക്കും ഈ ഫ്യൂൽ പമ്പിൻ്റെ ഭാഗത്താണ്. ഈ സൈഡിൽ നോക്കുമ്പോൾ ഈ സൈഡിൽ അതിൻ്റെ പൈപ്പിൻ്റെ ഭാഗത്താണ് ലീക്കേജ് കാണിക്കുന്നത് കേട്ടോ. അത് ഇതിനകത്തേക്ക് ചാടി ഈ ഒരു അവസ്ഥയിലാണ് കിടക്കണം. അതിൻ്റെ ഉള്ളിൽ പമ്പ് ലീക്കായിട്ടുണ്ട്, പമ്പിൻ്റെ സൈഡിൽ ലീക്കാണ്, ആ പൈപ്പ് ലീക്കുണ്ട്. അപ്പോൾ നമുക്കത് അഴിച്ചിട്ട് ടാങ്കിൻ്റെ ഭാഗം അഴിച്ചതിന് ശേഷം നമുക്ക് ഈ പൈപ്പുകളൊന്ന് മാറ്റിയിടാം. കാരണം അവിടെ ലീക്ക് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ ആ ടാങ്കിൽ നിന്ന് തന്നെ കുറ്റി വന്ന പോലെ ഭാഗത്തുള്ള തുരുമ്പാണ് മൊത്തം കേട്ടോ. ആ തുരുമ്പ് വന്നിട്ട് ലീക്ക് കാണിച്ചതാണ്. അത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ പൈപ്പുകൾ അതിൻ്റെ വന്നേക്കണ ആ പെട്രോളിൻ്റെ പൈപ്പുകൾ, പമ്പിലേക്ക് വന്ന പൈപ്പാണത്, ആ പൈപ്പൊന്ന് മാറ്റിയിട്ട് പുതിയത് റീസെറ്റ് ചെയ്യാം. അതാണ് നമുക്കതൊന്ന് ചെയ്യാൻ പറ്റുക കേട്ടോ. പ്രത്യക്ഷത്തിൽ ഓയിൽ ലീക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. കാരണം ഇത് ഈ സൈഡിൽ കൂടെ ചാടി എഞ്ചിൻ്റെ മുകളിലേക്ക് ചാടിയതിന് ശേഷം ഇപ്പുറത്താണ് ലീക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ സൈഡ് അഴിക്കേണ്ടി വന്നത് കേട്ടോ. പിന്നെ ക്ലച്ച് ഭാഗത്ത് ഓൾറെഡി ലീക്കേജ് കാണിക്കാൻ, കാരണം അവിടെ 2 ഓയിൽ സീൽ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ കാണുമ്പോൾ ആ ലീക്കാണെന്ന് വിചാരിക്കാം. അവിടെ നിലവിൽ അവിടെ പ്രോബ്ലം ഒന്നും കാണാത്തത് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് വന്ന സമയത്താണ് ഇതിൻ്റെ ഉള്ളിലാണ് പ്രശ്നം എന്നുള്ള ദിവസം മനസ്സിലാക്കണേ. അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ച് റെഡിയാക്കണുണ്ട്, പൈപ്പ് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 7 മണിയൊക്കെ കഴിയും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൽ പരമാവധി ക്ലോസ് ചെയ്യാൻ നോക്കാം, അതല്ലെങ്കിൽ നാളെ ഒരു 10 മണിക്ക് മുമ്പ് ആയിട്ട് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം.